എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ളവരാണോ നിങ്ങൾ? ഇനി കൈ തൊടാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മാവ് കുഴയ്ക്കാൻ നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കേണ്ട, അതുപോലെ തന്നെ മിക്സിയുടെ ജാറോ ഒന്നും വേണ്ട. ഇതുപോലത്തെ ഒരു ബോട്ടിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 4 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അളവിന് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ മാവിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം അല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ആ മാവും വെള്ളവും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു അടപ്പൊന്ന് മാറ്റി നോക്കണം. നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മാവൊക്കെ കുഴച്ച് കൈയൊക്കെ വേദനിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മാവ് ഒന്ന് പരുവായി കിട്ടുള്ളൂ. അപ്പോൾ ഇതങ്ങനെയൊന്നും ചെയ്യേണ്ട. നമുക്ക് കൈ നനയ്ക്കാതെ കൈ തൊടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനതിവിടെ വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുലുക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് കുലുക്കി എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കണ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു മിനിറ്റും കൂടി നമുക്കിതിനെ ഒന്ന് കുലുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കൈകൊണ്ട് ഒന്നും കുഴയ്ക്കേണ്ട. നമുക്ക് നല്ലതുപോലെ കുഴഞ്ഞ് നല്ല സോഫ്റ്റായി തന്നെ കിട്ടും. നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കണ പോലെ തന്നെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മൂടിയൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കണ പോലെ തന്നെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം മാവ് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈകൊണ്ട് കുഴയ്ക്കുക ഒന്നും ചെയ്യേണ്ട. നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് പരത്തി ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി മാവ് കുഴയ്ക്കുന്നത് പോലെയല്ല, ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നതും നമുക്ക് എളുപ്പത്തിലായാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു കവർ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇത്രയും അളവിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ആ 2 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് 2 കഷ്ണം കവറാണ് വേണ്ടത്. കാരണം നമുക്ക് 2 സൈഡിലും വച്ച് നമുക്ക് മാവ് പരത്താൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനവിടെ 2 സൈഡും ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പാടെന്ന് പറഞ്ഞാൽ ആരും ചപ്പാത്തി ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി 2 സൈഡും ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ ഇവിടെ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ വലിയ കവറ് തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ 2 കവറിലും ഒന്ന് എണ്ണ തടവി കൊടുക്കണം. അതിൻ്റെ ഓരോ സൈഡിൽ നമുക്ക് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ചപ്പാത്തി പലവയൊന്നും എടുത്തിട്ടില്ല, ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കവറൊന്ന് ആദ്യം വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചപ്പാത്തിയുടെ മാവിൻ്റെ അളവിന് നമുക്കിതുപോലെ മാവൊന്ന് ഉരുട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ ചപ്പാത്തി വേണമെങ്കിൽ അതിലൂടെ മാവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു കവറ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആ എണ്ണ തടവിയെടുത്ത ഭാഗത്തുള്ള ആ ഭാഗം തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ചപ്പാത്തി കുഴവിയോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ വെച്ച് നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ.
ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചപ്പാത്തി കുഴവിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനും പറ്റും കേട്ടോ. നമ്മളിത് മാവ് ഒന്നും മുക്കണില്ല, അതുപോലെ തന്നെ അധികം എണ്ണയോ ഒന്നും തേക്കുന്നില്ല. ആ കവറിൽ മാത്രമേ എണ്ണ നമ്മൾ തേക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ചപ്പാത്തി നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവറൊന്ന് മാറ്റിയ ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളകി വരും, ഒട്ടേ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു കവറിലേക്ക് ഇതിനെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നമുക്കത് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാം. കണ്ടോ, നല്ല കട്ടി കുറഞ്ഞ ചപ്പാത്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഒരു ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് പതുക്കെ തീ കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ചപ്പാത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ച് കഷ്ടപ്പെടേണ്ട, പരത്തി കഷ്ടപ്പെടേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കയ്യിൽ തൊടാതെ തന്നെ ചപ്പാത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.